മൈ ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും ഡ്രോ ആനിമേഷൻ എന്ന ഗെയിമിലേക്കാണ് വന്നിരിക്കുന്നത്. ആനിമേഷൻസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും. നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കണ്. കണ്ടില്ലെങ്കിൽ ചാനൽ ക്ലിക്ക് ചെയ്തൊന്ന് കാണാം. നമ്മൾ അടുത്തതായിട്ട് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ആഡ്സ് ആദ്യം തന്നെ കുറേ നേരമായി ഞാൻ യൂട്യൂബിൽ ഇഷ്ടം പോലെ ചെയ്ത് നോക്കി, എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. നിങ്ങളിത് അപ്ഡേറ്റ് വന്നു ഗൈസ്, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് സ്പീഡാണ് ഗൈസ്. സ്പീഡ് നമുക്ക് 3 കൊടുക്കാം. അടിയിലേക്ക് നമുക്ക് ഇതാ റബ്ബറാണിത്. റബ്ബറുകൊണ്ട് ഇതിങ്ങനെ മായ്ച്ചാൽ, ഇങ്ങനെ ആക്കിയാൽ നമുക്ക് അത്ര പെട്ടെന്ന് മായ്ക്കാൻ കഴിയില്ല. പിന്നെയും മായ്ക്കായി ഫുള്ളാക്കിയാലാണ് നമുക്ക് നല്ലപോലെ മായ്ക്കാൻ കഴിയുക. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരാളെ വരയ്ക്കുന്നുണ്ട്. ഇയാളിതാ ഇവിടെ കൈമേലൊരു കത്തിയും പിടിച്ച് കയ്യും വിറച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇയാളെ കയ്യിനൊക്കെ ഇങ്ങനെ കൈ വിറയ്ക്കണ ചിഹ്നമാണിത്. കാരണം അയാളെ മുമ്പിൽ വേറെ ആരുമല്ല, അതെന്തോ നീങ്ങിപ്പോയി. എന്തായാലും നമുക്ക് അയാളൊന്നും കൂടി വരയ്ക്കാം. ഇയാളാണെങ്കിൽ പേടിച്ച് കുറച്ച് നിൽക്കട്ടെ. അപ്പം നമ്മളെ റോറോണാസോറോ ശരിക്കും ഇങ്ങനല്ല മുഖം, ഇങ്ങനെയാണ് വരയ്ക്കാൻ കഴിയുക. ഇതാ റോറോണാസോറോ, പച്ചമുടിയൻ, നമ്മളെ സ്വന്തം റോറോണാസോറോ. അവനൊരറ്റ വെട്ട്. രണ്ടാമത്തെ ചിത്രം വെക്കണം. അതിൽ കൃത്യമായി റോറോണാസോറയെ വരയ്ക്കണം. അതും പച്ച കളറിൽ. ഇനി ആ കളറൊന്നും ഇനി തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. അത് പിന്നെയും വരച്ചിട്ടുണ്ട്. അതിൻ്റെ അടയാളമാണ് ഇത് അവിടെ കാണിക്കും നമുക്ക് എങ്ങനെയാണുള്ളതെന്ന്. അപ്പം അയാളാണെങ്കിൽ ഇങ്ങനെ വിറച്ച് നിൽക്കുകയാണ്. പക്ഷെ അയാളെ ശരീരം അവന് ഓൾറെഡി വെട്ടി മുറിച്ച് മാറ്റിയിട്ടുണ്ട്. വെട്ടി 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 അവൻ കുറേ കണ്ടങ്ങളായി മാറി. ഓ റോറോണോസോറോ, നീ എന്നെ വെട്ടി നശിപ്പിച്ചു. അടിയാളം കാണും. വെട്ടി കഷ്ണങ്ങളാക്കി ഇവിടെ കൊണ്ടയക്കണ്. മനസ്സിലാവണേ, റോറോണോസോറോൻ്റെ പുറകിൽ ഏതൊരാളുണ്ട്. പെട്ടെന്ന് ചാടി അവിടുന്ന് മാറി. റോറോണോസോറോ കത്തിയുമേറ്റ്, തൊള്ളയിലും ഒരു കത്തിയും വെച്ച്, കണ്ണും വെച്ച് അവനെ തുളച്ചു നോക്കി. അവിടെ ഒരു വര വയ്ക്കാൻ മറന്നുപോയി. അവൻ തുളച്ചു നോക്കി. അപ്പോഴായിരുന്നു അവനക്കത് മനസ്സിലാവുന്നത്. അത് വേറെ ആരുമല്ല നമ്മളെ സ്വന്തം മങ്കി ലൂഫി. എൻ്റെ കഴുത്ത് കുറച്ച് നീണ്ടിട്ടാണ്, കാരണം ഗംഗമ്മിൻ്റെ പവർ ഇപ്പോഴും പോയില്ല. കിടന്ന് അനുഭവിക്കട്ടെ. അവൻ്റെ ബ്രദർ പറഞ്ഞത് ഡെവിൾ ഫ്രൂട്ട് കഴിക്കല്ലേ. ആ വണ്ട ഞാൻ കഴിച്ചു. സോറോനെ തുളച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, എനിക്കെന്താണ്ടാ അവിടെ കാര്യം മണ്ടൻ ലൂഫിന്ന്. അപ്പം ലൂഫിക്ക് ഫുള്ള് കലിപ്പായി. ലൂഫി കൈയങ്ങ് വീശി സോറോൻ്റെ പള്ളക്കിട്ട് കൊടുത്തു. അടുത്ത ഭാഗത്ത് സോറോ അവൻ
എൻ്റെ കണ്ണിനൊരു പരിക്കുണ്ടായിരുന്നു. അവൻ പിന്നെ വളഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത്. ലൂഫി അവിടുന്ന് ഒറ്റ പാച്ചിൽ. അതുകൊണ്ട് ഇവിടെ പായണ ഒറ്റ. അതുകൊണ്ട് ഇവിടെ വന്നു സ്ലൈസാക്കി എടുത്തു പാഞ്ഞു. ഇതിവിടെ റെക്കോർഡായിട്ടുണ്ടാവും. ഇത് പാഞ്ഞ കണ്ടിട്ട് സോറോ ഫുള്ള് കലിപ്പായി. സോറോ പറഞ്ഞു, വേണ്ട 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 ഉള്ളിലേക്ക്. അയ്യാം സോറോ എന്ന് പറഞ്ഞു. എന്നിട്ടോ പറഞ്ഞു, പ്ലീസ് സബ്സ്ക്രൈബ്. ഗോകുക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പോൾ സോറോ ഫാൻസ് ഉണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളിതാ ക്രിയേറ്റ് നിക്കി കൊടുത്തിട്ടുണ്ട്. ഇത് വെറുതെ പറഞ്ഞതല്ല, സോറോ പറഞ്ഞതാ. Amazon Global Selling Traditions of India. देखेगी पूरी दुनिया. ഈ പരസ്യം ആഡ്സ് ഇല്ലെങ്കിൽ അപ്പൊ തന്നെ സോറോ സോറോ ദേഷ്യത്തിനായി. ഐ ആം സോറോ, പ്ലീസ് സബ്സ്ക്രൈബ് ഗോ കുക്കിംഗ്. എല്ലാവരും നമ്മളെ ചാനലിനും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ആനിമേഷനൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഡ്രാഫ്റ്റിലുണ്ടാവും, ഗാലറിയിലുണ്ടാവും. ഉണ്ടാക്കി ഗാലറിയിൽ വെക്കാതെ പോവാം. നമ്മളെല്ലാം കാണിച്ചതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.